വേഴ്സ് 3. മൂന്നാമത്തെ വാക്യം. നിങ്ങളുടെ ഉള്ളങ്കാൽ ചവിട്ടുന്ന സ്ഥലം ഒക്കെയും ഞാൻ മോശയോട് കൽപ്പിച്ചതുപോലെ നിങ്ങൾക്ക് തന്നിരിക്കുന്നു, നിങ്ങൾക്ക് അവകാശമാക്കാൻ തന്നിരിക്കുന്നു. വേദപുസ്തകത്തിൽ പഞ്ചഗ്രന്ഥങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ആരംഭിക്കുന്ന ചരിത്ര ഹിസ്റ്റോറിക്കൽ ബുക്സ് എന്നറിയപ്പെടുന്ന പുസ്തകങ്ങൾ ആരംഭിക്കുന്ന ജോഷുവയുടെ പുസ്തകത്തിൽ നിന്നാണ്. ഉൽപ്പത്തി പുസ്തകം നമ്മളെടുത്ത് പഠിച്ചാൽ തീം കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന തീം ഇതായിരിക്കും: എലക്ഷൻ, ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് എന്നാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. അബ്രഹാമിനെ ദൈവം തെരഞ്ഞെടുക്കുന്നു. ഇസഹാക്കിന്റെ 2 മക്കളാകുന്ന ഏശാവിനെ തള്ളിയിട്ട് യാക്കോബിനെ ദൈവം തെരഞ്ഞെടുക്കുന്നു. യാക്കോബിന്റെ മക്കൾ, ജോസഫിന്റെ മക്കൾ, ഇവിടെ എല്ലാം ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ജോസഫിനെ മിസ്രൈമിൽ നിന്ന് വിടുവിക്കുവാനായിട്ട് തെരഞ്ഞെടുത്ത് അയക്കും. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഒരു പുസ്തകമാണ് ഉൽപ്പത്തി പുസ്തകം. ആരംഭങ്ങളുടെ പുസ്തകം എന്നൊക്കെ മറ്റു പേരുകളുണ്ടെങ്കിലും നമ്മൾ ഇപ്പോൾ നൽകുന്നത് തെരഞ്ഞെടുപ്പ്. എന്നാൽ പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ പഠിക്കുന്നത് വീണ്ടെടുപ്പാണ്, റിഡംഷൻ എന്നതാണ്. ദൈവം തന്റെ ജനത്തെ വീണ്ടെടുക്കുന്നു. ശരിക്കും വീണ്ടെടുപ്പ് അനുഭവിച്ചത് എപ്പോഴാന്ന് ചോദിച്ചാൽ സ്നാനപ്പെട്ട് ചോരത്തളിയാൽ അവർ പുറത്തു വന്നെങ്കിലും പാട്ടുപാടിയില്ല. പാട്ടുപാടിയത് എപ്പോഴാണ്? ചെങ്കടൽ കടന്നപ്പോഴാണ്. വീണ്ടെടുപ്പിന്റെ ശരിക്കും അതിന്റെ ശക്തി അനുഭവിക്കുന്നത് വെള്ളത്തിൽ ഇറങ്ങി കഴിഞ്ഞ് ചെയ്തേക്കുമ്പോഴേ. അതുകൊണ്ട് ആ സ്നാനത്തിന് ശക്തി ഉണ്ടെന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ചെങ്കടൽ സ്നാനത്തിനൊരു മുൻതൂക്കമായി നിൽക്കുമ്പോൾ ചെങ്കടൽ കഴിഞ്ഞ ഒരു വീണ്ടെടുപ്പിന്റെ പാട്ടുപാടില്ല. അപ്പൊ റിഡംഷൻ എന്നതാണ്. എന്നാൽ ലേവ്യ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ വർഷിപ്പ്, ഫെലോഷിപ്പ്, ആരാധന, കൂട്ടായ്മ എന്നുള്ളത് നമുക്ക് അത് എങ്ങനെ ആരാധിക്കണം, എങ്ങനെങ്കിലും ആരാധിച്ചാൽ പോരാ. ദൈവം വിശുദ്ധനാകൊണ്ട് നമ്മളും വിശുദ്ധിയോടെ ആരാധിക്കണം. അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ലേവ്യ പുസ്തകത്തിൽ. സംഖ്യാ പുസ്തകത്തിൽ പ്രാക്ടിക്കൽ ലൈഫാണ്, പ്രായോഗിക ജീവിതം. ആരാധിച്ചാൽ മാത്രം പോലെ പ്രായോഗികമായി നമ്മൾ ജീവിക്കണം, പ്രായോഗിക ജീവിതം. എന്നാൽ ആവർത്തന പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ആവർത്തന പുസ്തകം is a bridge. Book of Deuteronomy is a bridge എന്നാണ്. ബ്രിഡ്ജ് മീൻസ് ഈ പെന്റാറ്റുക്കിൽ നിന്ന് ഹിസ്റ്റോറിക്കൽ ബുക്സിലേക്ക് കയറാനുള്ള ഒരു പാലമാണ്. പെന്റാറ്റുക്ക് എന്ന് പറയുന്ന ആദ്യത്തെ 5 പുസ്തകങ്ങൾ, പഞ്ചഗ്രന്ഥങ്ങൾ. ഈ പഞ്ചഗ്രന്ഥങ്ങളിൽ നിന്ന് ഹിസ്റ്റോറിക്കൽ ബുക്സിലേക്ക് നമുക്ക് കയറാനുള്ള ഒരു പാലമാണ് ആവർത്തന പുസ്തകത്തിൽ. ആവർത്തിച്ച് പറയുന്ന ചില പ്രത്യേക വാക്കുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആവർത്തിച്ച് പറയുന്ന ചില വാക്കുകൾ 14 പ്രാവശ്യം ഓർക്കണം, ഓർക്കണം, ഓർക്കണം. എന്നാൽ 30 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കേൾക്കണം, കേൾക്കണം, കേൾക്കണം. എന്നാൽ 100 പ്രാവശ്യം പറഞ്ഞിരിക്കുന്നത് ഡു ഇറ്റ്, അങ്ങനെ ചെയ്യണം, ചെയ്യണം, ചെയ്യണം. ഓർക്കുക, കേൾക്കുക, ചെയ്യുക. ഇതാണ് ആവർത്തന പുസ്തകത്തിൽ ആവർത്തിച്ച് കാണുന്ന വാക്കുകൾ. 100 പ്രാവശ്യം നമുക്ക് കേൾക്കുക, അനുസരിക്കുക, ചെയ്യുക എന്നുള്ളത്. അപ്പോൾ തന്നെ കേൾക്കുക എന്നുള്ളത് 30 പ്രാവശ്യം, 14 പ്രാവശ്യം ഓർക്കുക. അതിലൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഓർക്കുക എന്നുള്ളത്. നീ നല്ല വീട്ടിൽ പാർക്കുമ്പോൾ, നല്ല ഭക്ഷണം ഡൈനിങ് ടേബിളിൽ വരുമ്പോൾ, നല്ല വസ്ത്രം ധരിക്കുമ്പോൾ, നല്ലൊരു വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ മറക്കരുത്. സ്തോത്രം ചെയ്യാൻ മറക്കരുത്. ഓർക്കണം, ദൈവത്തെ ഓർക്കണം. ഒരു 15 മിനിറ്റ് സ്തോത്രമേ നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ അതിന്റെ അർത്ഥം ദൈവത്തെ മറന്നതാണ്. ശ്വാസം ഉള്ളതുപോലെ നമ്മൾ ഇടപെടാതെ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കും. അതിനെ കൊണ്ട് പറയാൻ പറ്റത്തില്ല, ഉള്ളുകൊണ്ടെങ്കിലും ദൈവത്തിന് സ്തോത്രം. അതൊരു ദൈവമായി തന്നെ ദൈവം തന്ന ഗിഫ്റ്റാണ്. പ്രത്യേകിച്ച് വീണ്ടും ജനിച്ചപ്പോൾ അവന്റെ വായിൽ പുതിയൊരു, അത് ദൈവത്തിന് സ്തുതി തന്നെ. അത് അർപ്പിച്ചുകൊണ്ടേയിരിക്കേണ്ട ഒരു യാഗമാണ് സ്തോത്രം. എപ്പോഴും ഓർക്കുക, ദൈവം നമുക്ക് തന്ന സകല നന്മകളും ഓർത്ത് ദൈവത്തെ സ്തുതിപ്പാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ദൈവമക്കൾ സ്തോത്രം ചെയ്യണം. പണ്ടൊക്കെ ഒരു ബസ്സിൽ കയറിയാൽ ഒരു പെന്തക്കോസ്തുകാരി അമ്മച്ചി എവിടെയെങ്കിലും ഉള്ള അതിനെ അറിയാം. ഇടയ്ക്കിടയ്ക്ക് നമുക്കൊരു ശബ്ദം കേൾക്കാൻ പറ്റും. ഇന്നിപ്പം പെന്തക്കോസ്തുകാരുണ്ട്, പിന്നെ അവിടെ അനക്കമേ ഇല്ലെന്നുള്ളതാണ്. ആ സ്തോത്രം നമ്മൾ ഉപേക്ഷിച്ചത് അതൊരു ലജ്ജയായി മാറില്ല. സ്തോത്രം പറഞ്ഞ ഭവനങ്ങളോ സ്തോത്രം പറഞ്ഞവരുടെ തലമുറകളൊക്കെ അനുഗ്രഹിക്കപ്പെടാനായിട്ടിടയായി. അതുകൊണ്ട് വരും തലമുറകൾ ദൈവസന്നിധിയിൽ എല്ലാറ്റിനും നല്ല നന്മകൾ ദൈവം തരുമ്പോൾ സ്തോത്രം ചെയ്യാൻ മറക്കരുത്. അതുകൊണ്ട് ഓർക്കണം, കേൾക്കണം, ചെയ്യണം. 3 കാര്യങ്ങൾ ആവർത്തിച്ച് ആവർത്തന പുസ്തകത്തിൽ. ആവർത്തന പുസ്തകം കഴിയുമ്പോൾ ആവർത്തന പുസ്തകം അവസാനിക്കുന്നതൊക്കെ ഒരു ഭയങ്കര
വേദനാജനകമായ അനുഭവം. 40 വർഷം ഇസ്രായേൽ മക്കളെ മരുഭൂമിയിലൂടെ നടത്തിയ മോശ മരിക്കുക. അവരുടെ ഒരു കൺകണ്ട ദൈവമെന്ന് വേണേ പറയാം മോശ. മോശയുടെ ഡെഡ് ബോഡി പോലും അടക്കിയിട്ടുണ്ട്. പക്ഷെ അടക്കിയ സ്ഥലം എവിടെയാണ് കാണിച്ചിട്ടില്ല. ദൈവം തന്നെ ശുശ്രൂഷ ഏറ്റെടുത്ത് നടത്തി. ദൈവം അടയ്ക്കെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദൈവം അടയ്ക്കുന്നല്ല, ദൈവത്തിന്റെ ദൂതന്മാരായിരിക്കും ശുശ്രൂഷകൾ ചെയ്തത്. ദൈവം കുഴിയെടുത്ത് അടയ്ക്കുന്നു പറഞ്ഞാൽ അവിടെ അർത്ഥം. നമ്മളെ അടക്കി ആരായിരുന്നു അടക്ക ശുശ്രൂഷ ചെയ്തെന്ന് വെച്ചാൽ നമ്മൾ പറയും അത് ബിഎസ് സാറായിരുന്നു, അത് ഗോയ് സാറായിരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗോയ് സാർ കുഴിയെടുത്ത് അടയ്ക്കുന്നല്ല, അവരാണ് ശുശ്രൂഷ ചെയ്തത്. പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ദൈവദൂതന്മാർ വന്ന് മോശയുടെ ഭൗതിക ശരീരം കൊണ്ടുപോയി നന്നായിട്ട് കുഴിച്ചു. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അപ്പൊ മോശയുടെ മരണം കഴിഞ്ഞപ്പോൾ അവരുടെ ഉള്ളിൽ ഉയർന്നു വന്നൊരു ചോദ്യമാണ്, വാഗ്ദത്ത നാടാകുന്ന കനാൻ, പാലും തേനും ഒഴുകുന്ന കനാൻ, അത് ഞങ്ങളുടെ അവകാശ ഭൂമിയാണ്. ഞങ്ങൾ അവിടെ ഇതുവരെ കാല് വെച്ചിട്ടില്ല. ഞങ്ങളിപ്പോൾ മിസ്രൈമിലാണോ? അല്ല. കനാനിലാണോ? അല്ല. കനാനിന്റെയും മിസ്രൈമിന്റെയും മധ്യേ മരുഭൂമിയിൽ പിമ്പിലേക്ക് പോയാൽ അമാലേക്കിന്റെ ശക്തികൾ, ചെങ്കടൽ, ഇതെല്ലാം ഞങ്ങളെ തകർക്കുവാനുണ്ട്. മുന്നോട്ട് പോയാൽ കവിഞ്ഞൊഴുകുന്ന യോർദാൻ, എരിഹോവിന്റെ കോട്ട, ഹായി പട്ടണം, അനാക്യ മല്ലന്മാർ, തീർന്നില്ല, ഇരുമ്പ് രഥങ്ങളുള്ള കനാന്യർ, ഇതൊക്കെ ഞങ്ങളുടെ മുൻപിലുണ്ട്. എങ്ങനെ ഞങ്ങളുടെ അവകാശത്തിൽ കാലുവെക്കും? എന്നാൽ ഇന്ന് രാത്രി ഒരു ദൈവ പൈതലിന് ദൈവം ഒരു അവകാശം വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ തിരുവചനം പറയുന്നു, നിന്റെ ഉള്ളംകാലെടുത്ത് വെക്കുക, വെക്കുന്നിടം ഞാൻ നിനക്ക് അവകാശമായി തരികയാണ്. ദൈവ മക്കൾ അനുഭവിക്കേണ്ട സന്തോഷം, അനുഭവിക്കേണ്ട സമാധാനം, അനുഭവിക്കേണ്ട രോഗശാന്തി, അനുഭവിക്കേണ്ട എല്ലാ വിടുതലുകളും ഈ നാളുകളിൽ എന്തുകൊണ്ട് നാം അനുഭവിക്കുന്നില്ല? ദൈവം മറന്നുപോയതല്ല, ദൈവം മാറിപ്പോയതല്ല. ഇന്നും തന്റെ ജനത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ സദാസമയം ഉണർന്നു നിൽക്കുന്ന ഒരു ദൈവ സ്വർഗ സിംഹാസനത്തിൽ ഉണ്ടെന്നുള്ള കാര്യം ദൈവമക്കൾ മറന്നുപോകരുത്. എന്നാൽ നാം ചെയ്യേണ്ട ചില കടപ്പാടുകളുണ്ട്. എന്റെ അവകാശത്തിന്മേൽ ദുഷ്ടന്റെ ചെങ്കോൽ ഇരിക്കുവാൻ ഞാൻ അനുവദിക്കില്ല. ഇതാ സങ്കീർത്തനക്കാരൻ 125 ഇങ്ങനെ പറയുന്നു, ദുഷ്ടന്റെ ചെങ്കോൽ നീതിമാന്റെ അവകാശത്തിന്മേൽ ഇരിക്കുകയില്ല. ഞാൻ തിരിച്ചറിയുക, എന്നെ ദൈവം വിളിച്ചപ്പോൾ എനിക്കൊരവകാശം ദൈവം പറഞ്ഞിട്ടുണ്ട്. അത് നല്ലൊരവകാശം, അതോ മനോഹര ദേശം, അളവുനൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു, നല്ലൊരവകാശം എനിക്ക് തന്നിരിക്കുന്നു. പക്ഷെ എന്റെ അവകാശത്തിന്മേൽ ആരോ തന്റെ കാല് വെച്ചിരിക്കുകയാ, ആരോ അവകാശം പറഞ്ഞിരിക്കുക. അതിനെ തിരിച്ചെടുക്കേണ്ടത് എന്റെ ഡ്യൂട്ടിയാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ദുഷ്ടന്റെ ചെങ്കോൽ എന്റെ അവകാശത്തിന്മേൽ ഇരിക്കുകയില്ല, ഞാൻ അതിനെ തിരിച്ചെടുക്കും. പക്ഷെ നിഷ്പ്രയാസം ഓടിച്ചെന്നെടുക്കാനൊന്നും പറ്റത്തില്ല. അവിടെ മോശ മരിച്ചു, ഇനി ആരാ ഞങ്ങളെ നടത്തുന്നത്? ഈ ഒരു ചോദ്യം ഇസ്രായേലിന്റെ മുൻപിൽ നിൽക്കുകയാണ്. ആർക്കും അറിയത്തില്ല. പക്ഷേ മോശ മരിക്കുമ്പോൾ തന്നെ ദൈവം മറ്റൊരാളെ തിരഞ്ഞെടുത്തു. അത് ജോഷുവയാണ്. ജോഷുവയുടെ ചരിത്രത്തെ 3 ഘട്ടമായിട്ട് നമുക്ക് തിരിക്കാം. ജോഷുവ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ നമ്മൾ നോക്കിയാൽ യഹോവ രക്ഷിക്കുന്നു, യഹോവ രക്ഷിക്കുന്നു. ജീസസ് എന്ന ഒരു വാക്കിലേക്ക് ഉരുവിട്ട് വന്ന ഒരു വാക്കാണ് ജോഷുവ. നമ്മൾ ഇന്ന് അതിനെ ഷോർട്ടാക്കി ജോഷ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പേരിടാറുണ്ട്. ജോഷുവ ഷോർട്ടാക്കിയിട്ടാണ് നമ്മൾ ജോഷ് എന്ന പേരൊക്കെ നമ്മൾ ഇടാറുള്ളത്. അപ്പൊ ജോഷുവ യഹോവ രക്ഷിക്കുന്നു എന്ന ആ ഒരു അർത്ഥമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ജോഷുവയുടെ ഒന്നാമത്തെ ഘട്ടം 40 വർഷം താൻ മരുഭൂമിയിലായിരുന്നു, മിസ്രൈമിലായിരുന്നു. മിസ്രൈമിൽ ചട്ടവാറ് കൊണ്ടുള്ള അടി. അമ്മ ഈ കുഞ്ഞിനെ പ്രസവിച്ചപ്പോൾ നേരെ ചൊവ്വെ പാല് കൊടുക്കുവാൻ ഈ അമ്മയ്ക്ക് പോലും അവസരം കിട്ടിയിട്ടില്ല. കാരണം അടിമപ്പണിയാണ്, വേണ്ടുന്ന മെഡിസിൻ അവർക്ക് ലഭിച്ചിട്ടില്ല. ഈ കുഞ്ഞ് നല്ല പോഷകാഹാരം കഴിച്ച് വളർന്ന കുഞ്ഞാണെന്ന് ചോദിച്ചാൽ അറിയത്തില്ല. മോശയും ജോഷുവായിട്ടൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്. മിസ്രൈമിലെ സകല ജ്ഞാനവും പഠിച്ചിറങ്ങിയവനാ മോശ. മിസ്രൈമിലെ മുഴുവൻ അനുഭവങ്ങളും പഠിച്ചവനാ. കായികാഭ്യാസമാണെങ്കിലും എല്ലാ മേഖലകളും തികഞ്ഞവനായിരുന്നു മോശ. പക്ഷെ ജോഷുവ മോശ കൊട്ടാരത്തിലെ സ്വാദു ഭോജനങ്ങൾ കഴിക്കുമ്പോൾ ജോഷുവ ആ അടിമത്തത്തിൽ കിടന്ന് നല്ല ആഹാരം കഴിക്കാതെ വളർന്നവനാ ജോഷുവ. ആ അടിമത്തത്തിൽ ഊഴിയ വേലയിൽ ചാട്ടവാറിന്റെ അടി കണ്ട് തന്റെ ശരീരമൊക്കെ വിണ്ടുകീറി
മനുഷ്യനാണ്. തന്റെ ഒന്നാമത്തെ 40 വർഷം മിസ്രൈമിലായിരുന്നുവെങ്കിൽ രണ്ടാമത്തെ ഒരു 40 വർഷത്തോളം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് മരുഭൂമിയിലാണ്. യോശുവ തന്റെ ചില പ്രത്യേകതകൾ പരിശുദ്ധാത്മാവ് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ആ വാക്യങ്ങൾ വായിക്കുന്നില്ല, വേണമെങ്കിൽ ഒന്ന് വായിക്കാം. പുറപ്പാട് 17:10. പുറപ്പാട് 17:10. മോശ തന്നോട് പറഞ്ഞതുപോലെ യോശുവ ചെയ്തു. ഒന്നാമത്തെ മോശയുടെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് അറിയാമോ? മോശ പറഞ്ഞതുപോലെ ജോഷുവ എന്ത് ചെയ്തു. അതാ തന്റെ ഏറ്റവും വലിയൊരു ക്വാളിഫിക്കേഷനായി പരിശുദ്ധാത്മാവ് എടുത്തു പറഞ്ഞിരിക്കുന്നത്. മോശ ഒരു നല്ല ലീഡർഷിപ്പിൽ മുൻപിൽ നിൽക്കുമ്പോൾ മോശയുടെ കൈക്കീഴിൽ മോശയുടെ കൂടെ നിന്ന ഒരു മനുഷ്യനാണ് ജോഷുവ. ജോഷുവയെ നമ്മൾ ആദ്യം കാണുന്നത് പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ അമാലേക്യരുമായിട്ട് നിങ്ങൾക്കറിയാമല്ലോ ഒരു യുദ്ധമുണ്ടായി. ജനം സീൻ മരുഭൂമിയിൽ വന്നു. സീൻ മരുഭൂമിയിൽ നിന്ന് അവർ എലീമിലേക്ക് പോയി. അവിടെ നിന്ന് ഷൂർ മരുഭൂമിയിൽ വന്നു. അവിടെ നിന്ന് രഫീദീമിലേക്ക് പോയി. ഇങ്ങനെ അവർ പാളയമടിച്ച് പോകുമ്പോൾ പെട്ടെന്ന് അമാലേക്യർ വന്നു. അമാലേക്യര് യുദ്ധത്തിന് വന്നു കഴിഞ്ഞപ്പോൾ മോശ പെട്ടെന്ന് രംഗപ്രവേശനം ചെയ്യുന്നു. അവിടെ വെച്ച് നമ്മൾ ജോഷുവയെ ശരിക്കും കാണുന്നത്. മോശ ജോഷുവയോട് ഒരു മർമ്മം പറഞ്ഞു. ജോഷുവയെ, ഞാൻ യഹോവയുടെ വടിയും കയ്യിൽ പിടിച്ചുകൊണ്ട് പർവ്വതത്തിൽ കയറി ദൈവത്തിന്റെ വടി ഉയർത്തി പിടിച്ചുകൊണ്ടിരിക്കും. ദൈവത്തിന്റെ വടി എന്റെ കയ്യിൽ ഉയർന്നിരിക്കുന്നത് നീ കാണുമ്പോൾ താഴെ അമാലേക്യരുമായിട്ട് നീ യുദ്ധം ചെയ്യണം. നീ വാൾ കൊണ്ട് യുദ്ധം ചെയ്യുമ്പോൾ എന്റെ കയ്യിലിരിക്കുന്ന ദൈവത്തിന്റെ വടി എന്റെ കൈ ഉയർന്നിരിക്കുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം നീ ആയിരിക്കും ജയിക്കുന്നത്. പക്ഷെ എന്റെ കൈ താണുപോയാൽ അമാലേക്ക് ജയിച്ചിരിക്കും. അങ്ങനെയാണ് ജോഷുവയെ ദൈവം യുദ്ധത്തിന് ഇറക്കി വിടുന്ന ആദ്യത്തെ രംഗം നമ്മൾ കാണുന്നത്. അപ്പൊ ജോഷുവയുടെ ഒന്നാമത്തെ ഘട്ടം നമ്മൾ കാണുന്നത് 90-ാമത്തെ വയസ്സിലാണ് ജോഷുവയെ ശുശ്രൂഷയ്ക്കായിട്ട് ദൈവം തിരഞ്ഞെടുക്കുന്നത്. 30 വർഷമേ ജോഷുവ ശുശ്രൂഷ ചെയ്തോളൂ. 110 വയസ്സായപ്പോൾ ജോഷുവ മരിച്ചു. അപ്പം ആദ്യത്തെ 80, ആദ്യത്തെ 40, രണ്ടാമത്തെ 40, അത് കഴിഞ്ഞ് 10 വർഷം കൂടെ കഴിഞ്ഞ് 90 വയസ്സായപ്പോൾ തന്നെ മോശ ശുശ്രൂഷയ്ക്കായിട്ട് തെരഞ്ഞെടുത്തു. ശുശ്രൂഷയ്ക്ക് തെരഞ്ഞെടുക്കുന്നതിന് മുൻപ് ഒന്നാമത്തെ തന്റെ യോഗ്യത മോശ എന്ത് പറഞ്ഞാലും ഒബീഡിയൻസ് ഈസ് ബെറ്റർ ദാൻ സാക്രിഫൈസ്. കുഞ്ഞുങ്ങളാണെങ്കിലും പ്രിയപ്പെട്ടവരാണെങ്കിലും എല്ലായിടത്തും നമ്മൾ ദൈവത്തിന്റെ അരുളപ്പാടുകളെ അനുസരിക്കുവാനുള്ള ഹൃദയം നമുക്കുണ്ടെങ്കിൽ അവിടെ അനുഗ്രഹം തുടങ്ങുകയാണ്. ഒന്നാമത്തെ മോശ എന്ത് പറഞ്ഞു. 2 ജോഷുവയുടെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് അറിയാമോ? ഞാൻ ഈ അമാലേക്കിന്റെ യുദ്ധത്തിലേക്ക് വരാം. രണ്ടാമത്തെ ജോഷുവയുടെ ക്വാളിഫിക്കേഷൻ, അവൻ കൂടാരം വിട്ട് പിരിയാതെ. ജോഷുവയുടെ രണ്ടാമത്തെ ക്വാളിഫിക്കേഷൻ കൂടാരം വിട്ട് പിരിയാതെ. മോശ പർവ്വതത്തിൽ കയറിപ്പോയപ്പോൾ ജനമെല്ലാം കാളക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിക്കുമ്പോൾ ജോഷുവ കൂടാരത്തിൽ തന്നെ ഇരുന്നു. കാളക്കുട്ടി ഉണ്ടാക്കി അഹരോനോടുകൂടി ആരാധിക്കാൻ താൻ പോയില്ല. ഹൃദയത്തിൽ പ്രതിഷ്ഠയുള്ളവനാണ്. 1 അനുസരിക്കുന്നവനാണ്. 2 പ്രതിഷ്ഠയുള്ളവനാണ്. 3 ജോഷുവയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഒറ്റ നോക്കുവാൻ പോയിട്ട് 10 പേരും വന്ന് എന്റെ ജനത്തിന്റെ ഹൃദയത്തെ കലക്കിയപ്പോൾ നൂന്റെ മകനാകുന്ന ജോഷുവയോ ജനത്തെ അമർത്തി, ജനത്തെ ശാന്തമാക്കി എന്ന് വേണേ നമുക്ക് പറയാം. ജനത്തെ ഇളക്കി വിടുന്ന, ജനത്തെ ഒരു കലഹത്തിനായിട്ട് ഒരുക്കിയെടുക്കുന്ന ഒരു 10 പേർ ഒറ്റ നോക്കിയിട്ട് വന്ന് അമാലേക്ക് ഇരുമ്പ് രഥങ്ങൾ നമുക്കുണ്ട്, ദൈവം വാഗ്ദത്തം ചെയ്തത് ഒരിക്കലും കിട്ടത്തില്ലെന്ന് പറഞ്ഞ് ജനത്തെ മിസ്രയീമിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറാകുമ്പോൾ ജീവൻ കൊടുക്കാൻ തയ്യാറായിക്കൊണ്ട് ജോഷുവയും കാലേബും രംഗത്തിറങ്ങി. അവർ എഴുതിയിരിക്കുന്ന വസ്ത്രം കീറി ജനത്തോട് പറഞ്ഞു, അങ്ങനെ അല്ല, ദൈവം നമ്മോട് പറഞ്ഞ വാഗ്ദത്തം ദൈവം നമുക്ക് തരുന്ന ദൈവമാണ്. ജനത്തെ ശാന്തരാക്കുന്ന ഒരു ആത്മീയ കൃപ ആരുടെ മേലുണ്ടെന്നറിയാമോ? ജോഷുവയുടെ മേൽ. മറ്റൊരു കാര്യം കൂടെ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞത്, നൂന്റെ മകനാകുന്ന ജോഷുവയും യെഫൂനിയുടെ മകനാകുന്ന കാലേബും അവർ വേറെ ഒരു സ്വഭാവമുള്ളവരാണ്. ഡിഫറന്റ് സ്പിരിറ്റ്, മറ്റൊരാത്മാവ് അവരുടെ മേലുണ്ട്. ശരിക്കും ജോഷുവയുടെ ചരിത്രം നമ്മൾ പഠിച്ചാൽ ഏറ്റവും ഒടുവിലൊക്കെ ജോഷുവയുടെ പുസ്തകം അവസാനിക്കുമ്പോഴൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ പറഞ്ഞൊരു വാക്യം നമ്മുടെ വീടുകളിലൊക്കെ എപ്പോഴും എഴുതി വെക്കാറുണ്ട്, ഞാനും എന്റെ കുടുംബവുമോ അത് മറ്റൊരു പ്രസ്തുത വിഷയമാണ്, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അത് നമുക്ക് മറ്റൊരു
നമുക്കൊരു അവസരത്തിൽ ചിന്തിക്കാം. ആ ഒരു കുറിവാക്യത്തിൽ നമ്മൾ ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന 1-ാം അധ്യായത്തിലാണ്. നിന്റെ ഈ ജോഷുവയുടെ രംഗപ്രവേശനം നമ്മൾ കാണുന്ന ആദ്യത്തെ സംഭവം ഞാൻ പറഞ്ഞല്ലോ, പുറപ്പാട് പുസ്തകത്തിൽ അമാലേക്കർ യുദ്ധത്തിന് വന്നപ്പോൾ മോശ പറഞ്ഞു, ഞാൻ ദൈവത്തിന്റെ വടിയും കയ്യിൽ പിടിച്ചുകൊണ്ട് പർവ്വതത്തിലിരിക്കും, നീ എന്ത് ചെയ്യണം അറിയാമോ? പാളയത്തിൽ യുദ്ധം ചെയ്യും. ജോഷുവ യുദ്ധത്തിനാണ് ആദ്യമായിട്ട് ജോഷുവയെ ഇറക്കുക. ജോഷുവ ഭയങ്കരമായിട്ട് അമാലേക്കിന്റെ ശക്തി എന്ന് പറയുന്നത് ഭയങ്കര ശക്തിയാണ്. ആ ശക്തിയുമായിട്ട് യുദ്ധം ചെയ്യുക. യുദ്ധം ചെയ്ത് ജോഷുവ പരാജയപ്പെടും എന്നൊക്കെ തോന്നുമ്പോൾ ജോഷുവയ്ക്ക് ഒറ്റ കാര്യം ഉറപ്പുണ്ട്, ഞങ്ങളുടെ വാളിന്റെ ബലത്തിലല്ല ഇവിടെ വിജയം നടക്കുന്നത്. വിജയം നടക്കുന്നത് പർവ്വതത്തിലിരിക്കുന്ന മോശയുടെ കൈ ഉയർന്നിരിക്കുമ്പോഴാണ്. ഈ ഉയർത്തപ്പെട്ട കരം എന്തിനെ കാണിക്കുന്നെന്ന് ഇന്ന് രാത്രി ഒരു ദൈവാലോചന എന്റെ ദൈവമക്കളോട് ഞാൻ പറയാം. അത് പ്രാർത്ഥനയുടെ കരമാണ്. ഒരു സത്യം നിങ്ങൾ പറയണം, പ്രാർത്ഥനയുടെ കരം നമ്മുടെ പിന്നിൽ എവിടെങ്കിലും ഉയർന്നിരിപ്പുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം പരാജയപ്പെടുകയില്ല. നിങ്ങൾ അറിയാതെ നിങ്ങളുടെ പേര് പറഞ്ഞ് ആരോ എവിടെങ്കിലും ഒരു കരം ഉയർത്തിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ തകർക്കാൻ പിശാചിന് കഴിയത്തില്ല. ഇതിൽ നിൽക്കുന്ന ഒരു അബ്രഹാം ഉള്ളിടത്തോളം സോദോമിനെ വലിച്ച് സോദോമിൽ നിന്ന് ലോത്തിനെ വലിച്ചിറക്കാതെ അവിടെ തീ കത്തിക്കാൻ ദൈവത്തിന് കഴിയത്തില്ല. മറിച്ച് കേട്ടോ, നിങ്ങൾ ആർക്കെല്ലാം വേണ്ടി ഉയർത്തിപ്പിടിച്ച കരവുമായി പ്രാർത്ഥിക്കുന്നു, ആ വ്യക്തികൾക്ക് ഒരു അനർത്ഥം വരാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. ഉയർത്തിപ്പിടിച്ച കരം എന്തെന്നറിയാമോ? അത് പ്രാർത്ഥനയുടെ കരമാണ്. പക്ഷെ അത് താഴരുത്, അത് താഴരുത്. അത് താണാൽ ചിലയിടത്ത് അനർത്ഥങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കരങ്ങൾ ദൈവസഭയിൽ ഏത് സമയത്ത് ഉയർന്നിരിക്കണം. പക്ഷേ മോശയുടെ കരമാണെങ്കിൽ തന്നെ എന്ത് ചെയ്തെന്നറിയാമോ? ഇടയ്ക്ക് വെച്ച് ക്ഷീണിക്കാൻ തുടങ്ങി. എത്ര ശക്തന്മാരായാലും ക്ഷീണിക്കും. പ്രവാചകന്മാരിൽ അഗ്രഗണ്യനല്ലായിരുന്നോ ഏലിയാവ്? പക്ഷെ ക്ഷീണിച്ചു പോയില്ലേ? ഒരു കൊച്ചു സ്ത്രീയുടെ വാക്കിന്റെ മുമ്പിൽ. കൊച്ചു സ്ത്രീ ഒന്നും അല്ല അവൾ എത്ര പ്രായമായിട്ടും കണ്ണെഴുതി മുടിയും പിന്നെ ഇറങ്ങി പണ്ട് പിന്നീട് ഇരുന്ന് ഓർക്കുന്നല്ലോ. ഞാൻ ആ ചരിത്രത്തിലേക്ക് പോകുന്നില്ല. ഇസബേല് അവളെ എന്തായിരുന്നു നമുക്ക് വരുത്തിയ ന്യായവിധി. അപ്പൊ ഇസബേലിന്റെ ആ കൊച്ചു വാക്കിന്റെ മുമ്പിൽ പ്രവാചകന്മാരിൽ അഗ്രഗണ്യനായ ഏലിയാവ് വാടി തളർന്നൊരു കൊച്ച് പുഴു ചുരുണ്ടു കൂടുന്നത് പോലെ കൂടിയല്ലോ. അങ്ങനെയാണെങ്കിൽ എത്ര അന്യഭാഷ പറഞ്ഞ് തീപ്പന്തം പോലെ ആരാധിക്കുന്നവനാണെങ്കിലും ചില സമയത്ത് ക്ഷീണിച്ചു പോകുന്ന സമയങ്ങളുണ്ട്. എന്നാൽ അവർ ക്ഷീണിക്കുന്നു എന്ന് കാണുമ്പോൾ, അവർ തളരുന്നു എന്ന് കാണുമ്പോൾ ഓടിച്ചെന്ന് കൈത്താങ്ങൽ കൊടുക്കുവാൻ ചിലരുടെ പേര് അഭിഷേകം നിങ്ങൾ പകർന്നിട്ടുണ്ട്. അത് നിങ്ങൾ തിരിച്ചറിയണം. എന്റെ കൂട്ടുവിശ്വാസി ക്ഷീണിക്കുമ്പോൾ, എന്റെ മാതാവ് ക്ഷീണിക്കുമ്പോൾ, എന്റെ ഹസ്ബൻഡ് ക്ഷീണിക്കുമ്പോൾ, എന്റെ കുഞ്ഞിനെ ക്ഷീണിക്കുമ്പോൾ എനിക്ക് കൈത്താങ്ങൽ കൊടുത്തേ മതിയാകത്തുള്ളൂ എന്നുള്ള ആത്മഭാവമുള്ളിൽ ദൈവം നിങ്ങൾക്ക് തരണമെങ്കിൽ അത് ഏറ്റെടുക്കുക. എന്താ സംഭവിച്ചെന്നറിയാമോ? ഏത് വ്യക്തിക്കായാലും ക്ഷീണം സംഭവിക്കും, തളർന്നു പോകും. ഇന്ന് ആരോഗ്യത്തോടെ ഇരിക്കുന്നത് കൊണ്ടാ പെട്ടെന്ന് പ്രയാസം വരട്ടെ, ഒരു രോഗം വരട്ടെ, ഒരു ക്ഷീണം വരട്ടെ, നമ്മളും ക്ഷീണിച്ചു പോകും. ചോദ്യങ്ങൾ ഒരുപാട് ചോദിക്കാൻ തുടങ്ങും. പക്ഷേ മോശയുടെ കൈ ക്ഷീണിച്ചപ്പോൾ മോശ വിളിച്ചിട്ടല്ല. അങ്ങനെ ഒരു പരാതി പറയാൻ പറ്റത്തില്ല. എന്നെ വിളിച്ചില്ലല്ലോ. മോശ വിളിച്ചിട്ടല്ല. പിന്നെയോ മോശയുടെ കൈ താഴോട്ട് പോകുന്നു എന്ന് കണ്ടപ്പോൾ ഊരും അഹരോനോട് പറഞ്ഞു, അച്ചായാ വാ നമുക്ക് പർവ്വതത്തിലോട്ട് കയറി ചെല്ലാം. താഴെ യോശുവ യുദ്ധം ചെയ്യുക. മോശയുടെ കൈ തളരുന്നുണ്ട്, മോശയുടെ കൈ ക്ഷീണിക്കുന്നുണ്ട്. പെട്ടെന്ന് ഊര് ഒരു കല്ലുരുട്ടിക്കൊണ്ടുവന്ന് അവിടെ ഇട്ടിട്ട് മോശയെ ഇരുത്തിയതിനു ശേഷം ആ കൈ താഴാതിരിപ്പാൻ രണ്ടുപേരൂടെ താങ്ങി പിടിച്ചു. സൂര്യൻ അസ്തമിക്കുമ്പോൾ ആ കരം താങ്ങി പിടിച്ചു. യോശുവ പടവെട്ടി
പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. വിജയങ്ങളല്ല ഇവിടെ നിലനിൽക്കുന്നത്. കർത്താവിന്റെ കൃപയാണ് ദൈവമാണ്. കർത്താവിന്റെ കൃപയാണ് നമ്മൾ നിലനിൽക്കുന്നത്. വിജയങ്ങളൊക്കെ തകർന്നു പോകും. പ്രാർത്ഥിക്കുവാൻ ഒരു കരം ഉയർന്നിരിക്കുന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ എന്റെ മദർ ലോ ആയിരിക്കാം, അത് ചിലപ്പോൾ എന്റെ ഫാദർ ലോ ആയിരിക്കാം, അത് ചിലപ്പോൾ നിന്റെ വൈഫ് ആയിരിക്കാം, അത് ചിലപ്പോൾ നിന്റെ ഹസ്ബൻഡ് ആയിരിക്കാം. നാം അറിയുന്നില്ല. ആർക്കോ ഒരു ആത്മഭാരം ദൈവം കൊടുത്തിട്ടുണ്ട്. മോശയെ പാറമേലിരുത്തിയിട്ട് നിങ്ങളത് ഭാവനയിൽ കാണണം, ഭാവനയിൽ കാണണം. താഴെ യുദ്ധം നടക്കുന്നു, മുകളിൽ മോശ പർവ്വതത്തിൽ ഒരു കൈയും വടിയും പിടിച്ചുകൊണ്ടിരിക്കുക. ഇതിനൊക്കെ എന്തർത്ഥം? ഇതൊരു ഭ്രാന്ത് പോലെ നമുക്ക് തോന്നിയേക്കാം. ഭ്രാന്തല്ല. മോശ വടി ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം താൻ ഇടിവിൽ നിൽക്കുകയാണെന്ന്. വടി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മിണ്ടാതിരിക്കുന്നല്ല, താൻ ദൈവത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുക, താൻ ദൈവത്തോട് ഇടപെട്ടുക. മെൻ ഓഫ് മൗണ്ടൻസ് എന്ന് പറയുന്ന രണ്ടുപേരുണ്ട് വേദപുസ്തകത്തിൽ. മെൻ ഓഫ് മൗണ്ടൻസ് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് മോസസ്, രണ്ട് ജീസസ്. പഴയ നിയമത്തിലെ മോസസ് എപ്പോഴും പർവ്വതത്തിലിരിക്കുന്നവനാ. പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് അവൻ രാത്രിയാകുമ്പോൾ പർവ്വതത്തിൽ കയറി പോകും, മലമേൽ കയറി പോകും. എന്തിനാ? ജനങ്ങളിൽ നിന്ന് ഒന്നകന്നിരുന്ന് പിതാവിനോട് സംസാരിക്കാൻ, പിതാവിനോട് ചില രഹസ്യങ്ങൾ പറയാൻ, പിതാവ് ചില രഹസ്യങ്ങൾ പുത്രനോട് പങ്കുവെക്കാൻ. രഹസ്യങ്ങൾ പങ്കുവെക്കുന്ന മുറി ഏതാണെന്നറിയാമോ? ഒറ്റയ്ക്കുള്ള പ്രാർത്ഥന മുറിയ, ഒറ്റയ്ക്കുള്ള പ്രാർത്ഥന മുറിയ. അതൊന്നുകൂടെ ഒന്ന് തുടച്ചു വാരി, ഒന്നുകൂടെ ഒന്ന് പൊടി അടിച്ചിട്ട് ആ പ്രാർത്ഥന മുറി ഒന്നുകൂടെ ശക്തീകരിക്കണം. രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവ സ്വർഗത്തിലുണ്ട്. രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവ സ്വർഗത്തിലുണ്ട്. നിന്റെ കുടുംബത്തെ കുറിച്ച് ദൈവത്തിന് ചില രഹസ്യങ്ങൾ പറയാനുണ്ട്. നിന്റെ സഭയെ കുറിച്ച് ദൈവത്തിന് ചില രഹസ്യങ്ങൾ പറയാനുണ്ട്. അത് നിന്നോട് മാത്രമേ പറയത്തുള്ളൂ. പക്ഷെ ദൈവത്തിന് നിന്നെ വേണ്ടത് ഒറ്റയ്ക്കുള്ളൊരു മുറിയാ, പർവ്വതത്തിലിരിക്കുന്ന ഒരു സമയമാണ്. മെൻ ഓഫ് മൗണ്ടൻസ് എന്ന് അറിയപ്പെടുന്ന രണ്ടുപേരാണ് മോസസ് ആൻഡ് ജീസസ്. മോശ പർവ്വതത്തിലിരിക്കുക, ദൂരും അകലോരും ആരും പറഞ്ഞിട്ടല്ല. ഞാൻ ഒരു കാര്യം പറയാം, അറിഞ്ഞു ചെയ്യുന്നതും പറഞ്ഞു ചെയ്യുന്നതിനും പ്രതിഫലം രണ്ടാണ്. അറിഞ്ഞൊരു സ്തോത്രം പറഞ്ഞു. ഞാനിങ്ങനെ ഇവിടെ നിന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ തൊണ്ടയൊക്കെ അങ്ങ് വരണ്ട്. ഞാൻ ഇങ്ങനെ ചോദിച്ചിട്ട് ഇച്ചിരി വെള്ളം തരുന്നതും എന്റെ തൊണ്ട വരണ്ട് നിൽക്കുന്ന കണ്ട് അറിഞ്ഞിച്ചിരി വെള്ളം തന്നാലും പ്രതിഫലം രണ്ട്. സ്തോത്രം. ഞാൻ ഇങ്ങനെ വെള്ളം ചോദിക്കുന്നവരെയും വെയിറ്റ് ചെയ്യണ്ട. പുള്ളിക്ക് വെള്ളം വേണം തോന്നുന്നു, നിപ്പൊക്കെ കണ്ടിട്ട് അറിഞ്ഞ്. അതുപോലെ സ്തോത്രം ചെയ്യുന്നത്, ഒരു സ്തോത്രം പറ, സ്തോത്രം പറ, സ്തോത്രം പറ. എന്നിൽ നിന്നൊരു പ്രതീക്ഷ നിങ്ങൾ ഒരിക്കലും വിചാരിക്കണ്ട. അറിഞ്ഞൊരു സ്തോത്രം പറഞ്ഞ അത് കൃപയാ, അത് വിടുതലാ. അറിഞ്ഞ് ചെയ്യുക, അറിഞ്ഞ് അവൻ ആവശ്യത്തിലിരിക്കുന്നു എന്ന് അറിഞ്ഞ് നമ്മൾ അവിടോട്ട് കയറി ചെയ്യുകയാണെങ്കിൽ അതിനൊരു പ്രതിഫലം വലുതാണ്. എന്താ സംഭവിച്ചതെന്നറിയാമോ? ഈ മോശയുടെ കരം താഴാതിരിപ്പാൻ ഊരും അകലോനും പെട്ടെന്ന് കൈത്താങ്ങൽ കൊടുത്തു. കൈത്താങ്ങൽ കൊടുത്തത് കൊണ്ട് ദൈവം അവരെ മറന്നില്ല, ദൈവം അവരെ മറന്നില്ല. ദൈവം എന്താ ചെയ്തെന്നറിയാമോ? ഞാൻ മുൻപ് പറഞ്ഞിട്ടുള്ളതാണ്. ഇസ്രായേലിൽ ഒരു സമാഗമന കൂടാരത്തിന്റെ പണി വന്നപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു വാക്യമുണ്ട്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്, മോശേ, ഞാൻ ഒരുത്തനെ എന്റെ ജ്ഞാനാത്മാവ് കൊണ്ടങ്ങ് നിറയ്ക്കും, എന്റെ പ്രത്യേക കൃപ ഞാൻ അവന് കൊടുക്കും, അവനെ കൊണ്ട് വേണം പണിയൊക്കെ ചെയ്യിപ്പിക്കാൻ. ഒരുപാട് കൊത്തുപണികളൊക്കെ ഉണ്ട്, അതൊക്കെ സങ്കല്പിച്ച് ചെയ്യേണ്ടതാണ്. കൗശലപ്പണികൾ അതിനകത്തുണ്ട്. എന്താ ചെയ്യേണ്ടതെന്നറിയാമോ? അതിന് ഞാൻ ഊരിന്റെ മകനാകുന്ന, ഊരിയുടെ മകനാകുന്ന ബെസലേലിനെ ഞാൻ ആത്മാവ് കൊണ്ട് നിറച്ചിരിക്കുന്നു. മോശ അന്തം വിട്ടുപോയി. വേറെ ആരും കിട്ടിയില്ലയോ? ബെസലേൽ എന്തുവാ? ഊരിന്റെ മകനാകുന്ന, ഊരിയുടെ മകനാകുന്ന ബെസലേലിനെ തന്നെ പിടിച്ചോണ്ട് വന്നേ. പറഞ്ഞ മോശയോട് പറഞ്ഞു, മോശേ, ചില അധ്യായങ്ങളൊന്ന് പിമ്പിലോട്ട് നീ ഒന്ന് തിരിഞ്ഞു നോക്കിക്കേ. പർവ്വതത്തിന്റെ മുകളിൽ നീ ദൈവത്തിന്റെ എന്റെ വടിയും പിടിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ നിന്റെ കൈ ക്ഷീണിച്ച്, നിന്റെ കൈ തളർന്ന്, വടി നിന്റെ കരം താഴോട്ട് പോകാൻ തുടങ്ങിയപ്പോൾ അവന്റെ വല്യപ്പനാടാ നിനക്ക് കൈത്താങ്ങൽ തന്നത്. അവനെ നമുക്ക് മറക്കാൻ പറ്റത്തില്ല, അവനെ നമുക്ക് മറക്കാൻ പറ്റത്തില്ല. ദൈവത്തിന്റെ ജനം ഇന്ന് രാത്രി ഓർക്കുക, ഇന്ന് എന്തെങ്കിലും ഒരു നന്മ അനുഭവിക്കുന്നെങ്കിൽ ആരോ കർത്താവിന്റെ നാമത്തിന് വേണ്ടി എവിടേക്കോ ചെലവിട്ടതിന്റെയും ചെലവാക്കിയതിന്റെയും നന്മയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാ. അത് നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് ആവർത്തന പുസ്തകം പറഞ്ഞ മറക്കരുത്, ഡോണ്ട് ഫോർഗെറ്റ്, മറക്കരുത്.
ജോഷുവയെ നമ്മൾ കാണുന്നത് ഇടയ്ക്കിടയ്ക്ക് അറിയാതെ മോശ കയറി വരും കേട്ടോ. നമ്മള് ജോഷുവയെ വലുതായിട്ട് എടുക്കാത്തില്ല എന്നൊരു കഥാപാത്രമായതുകൊണ്ട്. എന്നാൽ എന്റെ ഉള്ളിൽ കഴിഞ്ഞ ദിവസങ്ങൾ ദൈവോധന ധ്യാനത്തിൽ തന്റെ അവകാശത്തിലേക്ക് ജനം കടക്കുക, തന്റെ അവകാശത്തിലേക്ക് ജനം കടക്കുക എന്നുള്ളൊരു ശബ്ദം കേൾപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് രാത്രി പറഞ്ഞത്, നമ്മൾ നമ്മുടെ അവകാശത്തിലേക്ക് കാലെടുത്തു വെക്കുവാൻ സമയങ്ങൾ ദൈവാത്മാവ് ഒരുക്കുകയാണ്. ജോഷുവയെ ദൈവം അവിടെ എഴുതിയിരിക്കുന്ന 1-ാം വാക്യം വായിക്കാമോ? യഹോവയുടെ ദാസനായ മോശയുടെ മരണശേഷം ഇങ്ങനെയാ തുടങ്ങുന്നത്. മരണശേഷം ഏത് വലിയ ശക്തനായ ദൈവദാസനാണെന്ന് പറഞ്ഞാലും ദൈവം വിളിക്കുമ്പോൾ പോയേ പറ്റൂ. ദൈവം വിളിക്കുമ്പോൾ പോയേ പറ്റൂ. പിന്നെ അവിടെ നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് സക്രിയാവിനെ കുറിച്ചൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പം അവരവരുടെ വേല തികച്ച് തന്റെ ഇമ്പങ്ങളുടെ പർദീസയിലേക്ക് അവരെ വിളിക്കുമ്പോൾ അവർ പോവുകയാണ്. പക്ഷേ അവർ പോകുന്നത് കൊണ്ട് വേല തീരുന്നില്ല, യാത്ര തീരുന്നില്ല, അവസാനിക്കുന്നില്ല. യാത്ര ഇനിയുമുണ്ട്. അവരെ വിളിക്കുമ്പോൾ തന്നെ, അവരെ ഉയരത്തിലേക്ക് വിളിക്കുമ്പോൾ തന്നെ മറ്റൊരാളെ ദൈവം പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. അവരുടെ ക്വാളിഫിക്കേഷനാണ് ഞാൻ പറഞ്ഞത്. അനുസരിക്കുന്ന ജോഷുവ, കൂടാരം വിട്ടുപിരിയാതെ നിൽക്കുന്ന ജോഷുവ. മൂന്നാമതായി നമ്മൾ കാണുന്നു വേറെ സ്വഭാവമുള്ള ജോഷുവ, എന്നോട് പൂർണ്ണമായി പറ്റി നിൽക്കുന്ന ജോഷുവ. ആ ജോഷുവയെ ദൈവം കണ്ടുവച്ചിരുന്നു. അവനോട് ദൈവം വായിക്കാം. എന്റെ ദാസനായ മോശ മരിച്ചു. എന്റെ ദാസനായി, ഇവിടെ നമ്മൾ ഒരു വാക്യം കാണുന്നുണ്ട്. എന്റെ ദാസനായ മോശ, അല്ലെങ്കിൽ നൂന്റെ മകനായി മോശയുടെ ശുശ്രൂഷകനായ ജോഷുവ. ഇപ്പോഴും ജോഷുവായി അറിയപ്പെടുന്ന ആരുടെയാ? മോശയുടെ ശുശ്രൂഷകനായിട്ടാണ്. യഹോവയുടെ ശുശ്രൂഷയ്ക്കായി കയറിയിരിക്കുന്നെങ്കിൽ ഇന്നും അവന്റെ അഡ്രസ് ഏതാ? കാരണം അവൻ മോശയുടെ കൈക്കീഴിൽ നിന്നാ കഴിഞ്ഞ 40 വർഷം. ജനം കാളക്കുട്ടി ഉണ്ടാക്കിയവൻ പുള്ളി പോയില്ല. പുള്ളി ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നു. പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ജോഷുവ മാത്രമേ ഉള്ളൂ മോശയുടെ കൂടെ. പക്ഷെ എന്നിട്ടും കാളക്കുട്ടിയെ ആരാധിക്കാൻ പുള്ളി പോയില്ല. പുള്ളി വേർപെട്ട് നിൽക്കുക. അതുകൊണ്ട് ഇപ്പോഴും ജോഷുവായി അറിയപ്പെടുന്നത് മോശയുടെ ദാസനായ ജോഷുവ. പരിശുദ്ധാത്മാവ് എഴുതുക. ഈ ജോഷുവായോട് ദൈവം പറയുന്നത്, നിന്റെ അവകാശത്തിലേക്ക് നീ കടക്കണം. നീ നിന്റെ അവകാശത്തിൽ കടക്കണമെങ്കിൽ, ഈ വാഗ്ദത്ത ഭൂമിയിലേക്ക് ഈ ജനത്തെ കൊണ്ടുപോകണമെങ്കിൽ നീ 6 കാര്യങ്ങൾ ചെയ്താൽ 4 കാര്യം ഞാൻ നിനക്ക് വേണ്ടി ചെയ്യും. 6 കാര്യം നീ ചെയ്യണം. നമുക്കെല്ലാം വിശദീകരിക്കാനുള്ള സമയം ഉണ്ടോന്ന് എനിക്കറിയില്ലെങ്കിൽ ഓടിച്ചു വിട്ടേക്കാം. 10 മിനിറ്റ് കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. 6 കാര്യങ്ങൾ നീ കൃത്യമായി ചെയ്താൽ 4 കാര്യങ്ങൾ ഞാൻ നിന്റെ മുൻപിൽ ചെയ്യും. നമ്മുടെ അവകാശത്തിൽ, നമ്മുടെ വാഗ്ദത്തത്തിൽ നാം കടക്കുവാൻ നമ്മൾ എന്ത് ചെയ്യണം? വായിക്കാം നമുക്ക്. അതിന് 6-ാമത്തെ വാക്യം. 1 നീ എന്ത് ചെയ്യണം? ഉറപ്പും ധൈര്യവും ഉള്ളവനായിട്ടിരിക്കണം. കാരണം നീ വിചാരിക്കുന്നത് പോലെ ഈസി അല്ല. അല്പദൂരം കൂടെ ഉള്ളൂ കനാൻ എന്ന് പറയുന്നത്. കാരണം മോശ നെബോ പർവ്വതത്തിൽ പിസ്ഗ കൊടിമുടിയിൽ നിന്നുകൊണ്ട് കനാൻ കണ്ടിട്ടാ മരിച്ചത്. അപ്പം കണ്ണുകൊണ്ട് കനാൻ കാണാം, അത്ര ദൂരമേ ഉള്ളൂ. പക്ഷെ എന്തുകൊണ്ട് എളുപ്പമല്ല. മുൻപിൽ ഹായി പട്ടണമുണ്ട്, മുൻപിൽ അനാക്യ മല്ലന്മാരുണ്ട്. ഒറ്റകാര്യം എന്ന് പറഞ്ഞ ദൂത് നിങ്ങൾക്കറിയാമോ? അവിടെ അനാക്യ മല്ലന്മാരുണ്ട്, അവിടെ അമാലേക്യരുണ്ട്. അവർ അതികായകന്മാരാണ്. അവരുടെ മുമ്പിൽ ഞങ്ങളെ ഒരു വെട്ടിക്കിളിയെ പോലെ ഞങ്ങൾക്ക് തോന്നി. വൻ മതിലുകളുണ്ട് അവിടെ. അതുകൊണ്ട് ഓടിച്ചെന്ന് കിടക്കാൻ പറ്റുന്ന നാടല്ല കനാൻ. അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, നമുക്ക് ഈസി ആയിട്ട്. എന്നാൽ ജോഷുവയോട് ദൈവം ആദ്യം പറയുന്നത്, ആരവിടെ ഇരുമ്പ് രഥങ്ങളുള്ള കനാന്യരോടുണ്ടാകത്ത്, അനാക്യ മല്ലന്മാരുണ്ടാകത്ത്, കൊയ്ത്തുകാലത്തും കരകവിഞ്ഞൊഴുകുന്ന യോർദാൻ ഉണ്ടാകത്ത്, കെട്ടിയടച്ചുറപ്പാക്കിയ യോർദാൻ അവിടെ ഉണ്ടാകത്ത്. പക്ഷെ നിന്നോട് ഞാൻ പറയുക, ഉറപ്പും ധൈര്യവും നിനക്കുണ്ടോ? കോട്ടകൾ നിന്റെ മുമ്പിൽ കീഴടങ്ങും, ഹായി നിന്റെ മുമ്പിൽ കീഴടങ്ങും, യോർദാൻ നിന്റെ മുമ്പിൽ വഴി മാറും. ഒന്ന് നീ പ്രാപിച്ചെടുക്കുക, ഉറപ്പും ധൈര്യവും. നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നതാണ് ഉറപ്പും ധൈര്യവും. 10 പേർക്ക് ഉറപ്പും ധൈര്യവും ഒക്കെ നഷ്ടപ്പെട്ടു. എന്താ എന്റെ
എങ്ങനെ പോകും? എങ്ങനെയായിട്ട് എന്തായിത്തീരും? നമ്മളാകെ പരാജയപ്പെട്ടല്ലോ. ഉറപ്പും ധൈര്യവും നമുക്കുണ്ടെങ്കിൽ നമ്മുടെ വാഗ്ദത്തങ്ങളിലേക്ക് നമുക്ക് കടക്കാം, നമ്മുടെ അവകാശങ്ങളിലേക്ക് കാലെടുത്ത് വെക്കാം. ദൈവം എന്നെ തെരഞ്ഞെടുത്ത പദ്ധതിയിലേക്ക് ഞാൻ എത്തിപ്പെടാൻ എനിക്ക് ഒന്നാമത് ദൈവം പറയുന്നത്, നീ ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കണം. ഭയവും ഭീരുത്വവും ഉള്ളവൻ ഗിലെയാദ് പർവ്വതം വിട്ടുപോകട്ടെ എന്ന് ഒരിക്കൽ ഗിദെയോൻ പറഞ്ഞതുപോലെ ദൈവസഭയ്ക്കകത്ത് ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കൾക്ക് ദൈവം പകർന്നിരിക്കുന്നത് ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല. മതിൽ പണിയുവാൻ ഇറങ്ങി വന്ന നെഹമ്യാവിന് സൻബല്ലത്തിന്റെ ശബ്ദവും തോബിയാവിന്റെ ശബ്ദവും അവരെ ഭയപ്പെടുത്തിയില്ല. അവരെ നോക്കി നെഹമ്യാവ് ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾ എഴുന്നേറ്റ് പണിയും, ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. ഇത് പറയാൻ അവർ ഉറപ്പ് കൊടുത്തത് ആരാ? സ്വർഗത്തിലെ ദൈവമാ. എന്താ അതിന്റെ ഉറപ്പ്? നെഹമ്യാവ് ഇങ്ങനെ പറഞ്ഞു, സ്വർഗത്തിലെ ദൈവം ഞങ്ങളുടെ കാര്യം ഞങ്ങൾക്ക് സാധിപ്പിച്ചു തരും. ഇന്ന് രാത്രിയിൽ ഉറപ്പോടെ പറ, എന്റെ കാര്യം സാധിപ്പിച്ചു തരാം. എനിക്കൊരപ്പച്ചൻ സ്വർഗത്തിലുണ്ട്. ഞങ്ങളുടെ കാര്യം സാധിപ്പിച്ചു തരുന്നൊരു ദൈവം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ട്. ഒന്നാമതായിട്ട് പ്രാപിച്ചെടുക്കേണ്ടത് ഉറപ്പാ, ധൈര്യമാ. ഇത് പ്രാപിച്ച് മുമ്പോട്ട് ചെല്ലുമ്പോൾ, അയ്യോ അവിടെ ഇരുട്ടാണല്ലോ, അവിടെ ഭയമാണല്ലോ, അയ്യോ അവിടെ കാവൽ പടയാളികൾ ഉണ്ടല്ലോ, അയ്യോ അവിടെ റോമൻ മുദ്രയുള്ള കല്ലുണ്ടല്ലോ, ഇതൊക്കെ പറഞ്ഞ് മറിയ അവിടെ കുത്തിയിരുന്നിരുന്നെങ്കിൽ കുറെ എക്സ്ക്യൂസ്. ചിലരോട് ചോദിച്ചാലേ, ചില എന്തെങ്കിലും വിളിച്ചോ ചോദിച്ചോ, എന്റെ പാസ്റ്റർ ഒന്നും പറയുന്നു, എന്തോ പറയാനോ എന്തോ പറയാൻ. നമ്മൾ ചിലരെ അങ്ങനെ എക്സ്ക്യൂസ് ആൾക്കാരെന്ന് വേണമെങ്കിൽ പറയാം. എല്ലാറ്റിനും കുറെ അങ്ങ് എങ്ങനെ ഒക്കാവലൊക്കെ പഠിച്ചു വെച്ചതുപോലെ ലോകത്തിന് വരാനായിട്ട് ഞാനങ്ങ് റെഡി ആയതാ ഫസ്റ്റ്. പെട്ടെന്ന് അത് വന്ന് ഇത് വന്ന് അങ്ങനെ എക്സ്ക്യൂസ് ഒന്നും ദൈവത്തിന് വിഷയമില്ല. ദൈവം ചോദിക്കുന്നത് അവിടെ ഉരുട്ടി വെച്ച കല്ലോ റോമൻ മുദ്രയോ മറിയുടെ ധൈര്യം കെടുത്തിയില്ല. അവൾ ഉറപ്പും ധൈര്യമുള്ളവളാ. ഇരുട്ട് മാറിയിട്ട് പോകാമെന്നല്ല, ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറയിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ ഒരു ദൂതൻ അവിടെ ഇറങ്ങാൻ തുടങ്ങി. ഞാൻ ഉറപ്പ് പ്രാപിച്ച് മുൻപോട്ട് നീങ്ങുമ്പോൾ എനിക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങുക. ഏതിന്റെയെങ്കിലും മുമ്പിൽ ഭയപ്പെട്ട് നിൽക്കുന്നെങ്കിൽ ഇന്ന് രാത്രിയിൽ ഉറപ്പും ധൈര്യവും ഏറ്റെടുക്കാൻ പരിശുദ്ധാത്മാവ് ദൈവമക്കളോട് ആലോചന പറയുകയാ. ചിലരുടെ വാക്കുകളുടെ മുമ്പിലോ ചിലരുടെ ഭീതിപ്പെടുത്തുന്ന നോട്ടത്തിന്റെ മുമ്പിലോ നീ ഭയപ്പെട്ടു പോകരുത്. നീ ആരാധിച്ച് ജയമെടുക്കണം, നീ പ്രാർത്ഥിച്ച് ജയമെടുക്കണം. നിന്നെ ദൈവം തെരഞ്ഞെടുത്തത് ഒരു പ്രത്യേക തെരഞ്ഞെടുപ്പാ, ഒരു പ്രത്യേക ഉദ്ദേശമാണ്, ഒരു പ്രത്യേക വിളിയാ. യോശുവയുടെ വിളി ഒരു സെപ്പറേറ്റാ. യോശുവയെ ഒന്നാമത് നീ പ്രാപിച്ചെടുക്കേണ്ടത് ഉറപ്പും ധൈര്യവും നീ പ്രാപിച്ചെടുക്കുക. ഹൈ പട്ടണം നിന്റെ മുൻപിലുണ്ട്, എരിഹോ ഉണ്ട്, യോർദാനുണ്ട്. നീ അങ്ങോട്ട് ചെല്ലും. പ്രശ്നങ്ങളാ, ഇനി അങ്ങോട്ട് പ്രശ്നങ്ങളാ. നിങ്ങൾ യോശുവയുടെ പുസ്തകം അടിച്ചാൽ മതി. ഇനി എന്തിനാ പറയുന്നത്? കനാനിൽ കയറിയിട്ട് ഇരുമ്പ് രഥങ്ങളുള്ള ആ കനാനിയരെ മുഴുവനും തോൽപ്പിച്ച ഈ കനാൻ എന്ന് പറയുന്നത് ഒരിക്കലും സ്വർഗത്തിന് നിഴലല്ല. ഒരിക്കലും നമ്മളങ്ങനെ വിചാരിക്കരുത്. കാരണം സ്വർഗത്തിൽ യുദ്ധമില്ല, സ്വർഗത്തിൽ ഇരുമ്പ് രഥങ്ങളുള്ള കനാനിയരൊന്നുമില്ല. ഈ കനാൻ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആത്മീയമായി വിജയപ്രദമായ ഒരു ക്രിസ്തീയ ജീവിതം. മരുഭൂമി കഴിഞ്ഞ് വെട്ടിപ്പിടിക്കേണ്ട അവകാശം എന്ന് പറഞ്ഞാൽ ഓരോരോ ജഡത്തിന്റെ ശക്തികളെ ഒന്നിച്ച് തോൽപ്പിച്ചെന്നല്ല, അവർ ഘട്ടം ഘട്ടമായി തോൽപ്പിച്ചു. എല്ലാത്തിനും ഒന്നിച്ച്. ഞാനത് കഴിഞ്ഞ പറഞ്ഞു, ഒറ്റ പ്രസംഗം കേട്ടിട്ട് ആരും ആത്മീയരൊന്നും ആയിട്ടില്ല. ഒറ്റ പ്രസംഗത്തല്ല പോലെ ഒരു പുസ്തകം വായിച്ചൊന്നും നമ്മൾ ആത്മീയത്തിന്റെ ഉന്നതിയിലൊന്നും എത്തിച്ചേർന്നിട്ടില്ല. ഘട്ടം ഘട്ടമായിട്ട്, ഘട്ടം ഘട്ടമായിട്ട്. കള്ളം പറയുന്നൊരു സ്വഭാവം അത് ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് അങ്ങ് ഇല്ലാതാണ്. ഭയങ്കര മുൻകോപമാണ്. ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് അത് പ്രാർത്ഥിച്ച് ഉപവസിച്ച് വചനം വായിച്ച് അതങ്ങ് ഇല്ലാതാക്കി. അങ്ങനെ നമ്മുടെ ജഡത്തിന്റെ പ്രവൃത്തികൾ. അതുകൊണ്ടാ ഈ വക പ്രവർത്തിക്കുന്ന ആരും ദൈവരാജ്യം എന്ത് ചെയ്യത്തില്ല. ദൈവരാജ്യത്തിന് 3 സ്റ്റെപ്പ് ഉണ്ട്. ദൈവരാജ്യത്തിന് ഒന്ന്, ആമേനാമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പുതുതായി ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം എന്ത് ചെയ്യത്തില്ല, കാണത്തില്ല. രണ്ടാമതായി എന്ത് പറഞ്ഞു? ആമേനാമേൻ വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ലെങ്കിൽ നീ ദൈവരാജ്യത്തിൽ കടക്കത്തില്ല. ദൈവരാജ്യം കാണുക, ദൈവരാജ്യത്തെ കടക്കുക. പൗലോസ് ഇച്ചിരിയുടെ നീട്ടി പറഞ്ഞു, ഈ വക പ്രവർത്തിക്കുന്ന ദൈവരാജ്യം അവകാശമാകത്തില്ല. സ്നാനപ്പെട്ടുകൊണ്ടോ പരിശുദ്ധാത്മാവിഷയം പ്രാപിച്ചുകൊണ്ടോ ദൈവരാജ്യത്തെ കടക്കാൻ പറ്റുന്നില്ല. ചില ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കണം. അതാണ് കനാനിൽ നടക്കുന്ന യുദ്ധം. എന്റെ അവകാശം അതാണ്. എന്റെ ആത്മനിറവിന്റെ അനുഭവത്തിലേക്ക് ഞാൻ എത്തിച്ചേരുക എന്നുള്ളതാണ് ദൈവവചനം എന്നെ കുറിച്ച് പഠിപ്പിക്കുന്നത്. അപ്പൊ നീ ഒന്നാമത്
രണ്ട്, എന്റെ ദാസനായ മോശ നിന്നോട് കൽപ്പിച്ചുള്ള മുഴുവൻ കൽപ്പനകളും നീ എന്ത് ചെയ്യണം? അനുസരിക്കണം. നിന്റെ മുൻപിലുള്ള ഈ വാഗ്ദത്തമാകുന്ന അവകാശത്തിൽ കാലുവെക്കാൻ ഒന്ന്, നിനക്ക് വേണ്ടത് ഉറപ്പും ധൈര്യവും. രണ്ട്, എന്റെ ദാസനായ മോശ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് നിന്നോട് വഴി നടക്കുമ്പോഴും വീട്ടിലിരിക്കുമ്പോഴും എല്ലാം കൽപ്പിച്ച ചില വചനങ്ങളുണ്ട്. അത് നീ മുഴുവനും എന്ത് ചെയ്യണം? അനുസരിക്കണം. രണ്ടാമത് അതാ പറഞ്ഞിരിക്കുന്നത്, എന്റെ ദാസനായ മോശ. ഇത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. ദൈവം എപ്പോഴും ഈ ദൈവത്തിന്റെ വചനം അനുസരിക്കുക. ഈ ദാവീദ് മരിക്കാൻ തുടങ്ങിയ സമയത്ത് ശലോമോനെ വിളിച്ചിട്ട് പറഞ്ഞു, എന്റെ മോനെ ശലോമോനെ എന്ന് പറഞ്ഞിട്ട് കുറെ ദൈവവചനമാണ് പറഞ്ഞു. ന്യായപ്രമാണം നീ അതുപോലെ അനുസരിച്ചാൽ സിംഹാസനത്തിലിരിക്കാൻ നിന്റെ കുടുംബത്തിൽ ഒരാളില്ലാതെ വരത്തില്ല. കുറെ കാര്യങ്ങൾ ശലോമോനോടൊന്ന് പറഞ്ഞു. പക്ഷെ ഈ ശലോമോൻ ഇതൊന്നും എന്ത് ചെയ്തില്ല, അനുസരിച്ച്. ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നത്, മരിക്കാൻ നേരം മുത്തൂറ്റിലിട്ട് ആ കാർഡൊന്നും എടുത്ത് കൊടുത്തില്ലെങ്കിലും വേദോസം എടുത്ത് മക്കളെ കൊടുത്തിട്ട് പറയാം, ഇതും അനുസരിച്ച് ജീവിച്ചാൽ എനിക്കൊരു ദോഷം വരത്തില്ല. മരിക്കാനായിട്ട് കണ്ടേ കിടക്കുമ്പോൾ മക്കളെ വിളിച്ച് ഈ വേദോസം എടുത്ത് കൊടുത്താൽ മതി. ഇതിൽ എഴുതിയിരിക്കുന്നത് പോലെ നീ അനുസരിച്ചാൽ നിനക്ക് നിന്റെ തലമുറയ്ക്ക് ഒരു വീടും വരത്തില്ല. ഒത്തിരി ഒന്നും സമ്പാദിക്കാൻ എനിക്ക് പറ്റിയില്ലല്ലോ കർത്താവേ എന്നൊന്നും ഭാരപ്പെടണ്ട. എന്റെ തലമുറയ്ക്ക് വേണ്ടി ഒന്നും കരുതിയില്ലല്ലോ എന്ന് വിചാരിച്ചും ഭാരപ്പെടണ്ട. എന്റെ തലമുറയ്ക്കോ നിങ്ങളുടെ തലമുറയ്ക്കോ വേണ്ടി നിങ്ങൾ കരുതി ഏറ്റവും വലിയ സമ്പാദ്യമാണ് നമ്മൾ പ്രാപിച്ച ദൈവത്തിന്റെ വചനം. അതുകൊണ്ട് മോശ യോശുവയോട് പറഞ്ഞു, മോശ നിന്നോട് കൽപ്പിച്ച എല്ലാ വചനങ്ങളും നീ എന്ത് ചെയ്തേക്കണം? അനുസരിക്കണം. രണ്ട്, അടുത്തത്, നീ എപ്പോഴും ഇതിങ്ങനെ പ്രസംഗിച്ചുകൊണ്ടെങ്കിരിക്കണം. നിന്റെ വായിൽ നിന്ന് ഈ വചനം നീങ്ങിപ്പോകരുത്. ഇത് ഡിക്ലെയർ ചെയ്യണം, ഇത് പ്രൊക്ലെയിം ചെയ്യണം, പ്രഘോഷിക്കണം. നീ അനുസരിക്കണം, നീ ഇത് അനേകരോട് സംസാരിക്കണം. അടുത്തത്, ഈ ഏഴാമത്തെ ആ വാക്കൊന്നുകൂടെ വായിക്കാമോ? അടുത്ത ഒന്ന്, നീ ഇത് വിട്ടിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ എന്ത് ചെയ്തേക്കരുത്. ഇത്രയും കൽപ്പനകളാണ് അവിടത്തേക്കുന്നത്. നീ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കണം. മോശ നിന്നോട് പറഞ്ഞ മുഴുവൻ കൽപ്പനകളും പ്രമാണങ്ങളും നീ അനുസരിക്കണം. ഇത് വിട്ട് നീ ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. അടുത്തത്, ഇത് നിന്റെ വായിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഇത് നീ ധ്യാനിക്കണം. ഇത് നീ ധ്യാനിക്കണം. ഇവിടെ ഒരു കാര്യം കൂടെ പറഞ്ഞു, ഭയപ്പെടരുത്, ഭ്രമിക്കുക. ഭയപ്പെട്ടു പോയാൽ, ഭയം നമ്മുടെ ഉള്ളിൽ വന്നു പോയാൽ അത് നമ്മളെ പിടിക്കും. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം ഭയം. ഇന്ന് എവിടെയെങ്കിലും ഒരു ചെറിയ തലവേദന വന്നാൽ മതി, നമ്മള് ചിന്തിക്കുന്നതെല്ലാം പിന്നെ അങ്ങ് വലിയ ഹൈ തിങ്കിങ് ആണ്. കൈയുടെ പുറത്തിന് ഒരു ചെറിയ വേദന വന്നാൽ മതി, പിന്നെ നമ്മൾ ഹാർട്ടിലോട്ട് കയറി അങ്ങ് ഇവരെ കൂടെ അങ്ങ് പോകും. നമ്മളങ്ങ് ഭയപ്പെടുകയാണ്. ഈ ആവശ്യമില്ലാത്ത ഭയങ്ങൾ നമ്മളെ കൊണ്ടിടുന്നത് തന്നെ പിശാചാണ്. ഭയപ്പെടുത്തുക. യോശുവയോട് പറഞ്ഞത്, നീ എന്ത് ചെയ്യരുത്? ഭയപ്പെടരുത്, നീ ഭയപ്പെടരുത്, ഭ്രമിക്കരുത്. ഇങ്ങനെ നീ ചെയ്താൽ നിനക്ക് ഞാൻ എന്തൊക്കെ ചെയ്യുമെന്ന് അറിയാമോ? നീ ചെല്ലുന്നിടത്തൊക്കെ ശുഭമാണ്. നീ എങ്ങോട്ടൊക്കെ ചെല്ലുന്നു അവിടെ എല്ലാ അനർത്ഥങ്ങളല്ല, നീ ചെല്ലുന്നിടത്തൊക്കെ എന്തായിരിക്കും? ശുഭമായിട്ട് കാര്യങ്ങൾ നടക്കും. നീ ഹായി പട്ടണത്തിലേക്ക് ചെന്നാൽ അവിടെ വിജയമായിരിക്കും. നീ യോർദാനിൽ കാലെടുത്ത് വെക്കുമ്പോൾ അവിടെ വിജയമായിരിക്കും. നീ എരിഹോ പട്ടണത്തിന് ചുറ്റും നടക്കുമ്പോൾ അവിടെ വിജയമായിരിക്കും. നിന്റെ മുൻപിലുള്ള മുഴുവൻ കാര്യങ്ങളും വിജയമാക്കി തീർക്കാൻ ഒരു കാര്യം ചെയ്താൽ മതി, എന്റെ പ്രമാണങ്ങൾ അനുസരിച്ചാൽ മതി. ഇവിടെ എന്താ ഇന്ന് രാത്രി നമ്മൾ ശ്രദ്ധിക്കുന്നതെന്ന് അറിയാമോ? ഞാൻ ചെല്ലുന്നിടത്തൊക്കെ ശുഭമായിരിക്കാം. ദൈവം എന്നോട് പറഞ്ഞിട്ടുള്ളത് ഞാൻ അനുസരിക്കുക. അടുത്ത വാക്യം, നിന്റെ പ്രവൃത്തി, 8ാം വാക്യം, നിന്റെ പ്രവൃത്തികളൊക്കെ എന്ത് ചെയ്യും? സാധിക്കും. പകുതി വഴിക്ക് കൊണ്ടുവന്ന് നിന്റെ പ്രവൃത്തി ഇട്ടിട്ട് പോവുകയല്ല. നീ എന്ത് പ്രവർത്തിക്കാൻ തുടങ്ങുന്നു, നീ ഏത് പ്രവൃത്തി
പൂർത്തിയാക്കിക്കാൻ ദൈവം കൃപ തരും. നിന്റെ പ്രവർത്തികൾ സാധിക്കുന്നത് എപ്പോഴാണെന്നറിയാമോ? ദൈവത്തിന്റെ പ്രമാണത്തിൽ നിൽക്കുമ്പോഴാ. ചെല്ലുന്നതൊക്കെയും സാധിക്കും, ചെല്ലുന്നിടത്തൊക്കെ ശുഭമായിരിക്കും, പ്രവൃത്തി സാധിക്കും. മൂന്നാമതായി പറയുന്നത് 8-ാം വാക്യം, നീ കൃതാർത്ഥനാകും, നീ അഭിവൃദ്ധി പ്രാപിക്കുമെന്നാണ്. അഭിവൃദ്ധി പ്രാപിക്കും. പരാജയപ്പെട്ട് താഴോട്ട് പോവുകയല്ല, അഭിവൃദ്ധി പ്രാപിക്കും. പ്രോസ്പിരിറ്റി ഉണ്ടോ? ഉണ്ട്. അയ്യോ, പ്രോസ്പിരിറ്റി ഒന്നും പ്രസംഗിക്കല്ലേ എന്ന് അങ്ങനെ പറയുന്നെങ്കിൽ അത് മഹാ കപടഭക്തിയാണ്. പ്രോസ്പിരിറ്റി ഇല്ലാഞ്ഞിട്ടാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. നമുക്ക് തന്ന വസ്ത്രം ദൈവം തന്ന അനുഗ്രഹമാണ്. നമ്മൾ ഉപയോഗിക്കുന്നത് ദൈവം തന്ന നന്മകളാണ്. അതൊന്നും എനിക്ക് വേണ്ടെന്ന് പറഞ്ഞെങ്കിൽ അത് മഹാകപടഭക്തിയാണ്. പക്ഷേ പ്രോസ്പെരിറ്റി പറയുമ്പോൾ ഒരു കാര്യം ഓർക്കണം, നീ ഇത് പ്രമാണിച്ച് കിട്ടുന്ന നന്മയാവരുത്. പ്രമാണിച്ച് കിട്ടുന്ന നന്മയാവരുത്. ദൈവം നമുക്ക് തരുന്ന നന്മകൾ. നീ കൃതാർത്ഥനാകും. അടുത്തൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, പോകുന്നിടത്തൊക്കെയും ഞാൻ നിന്റെ കൂടെ. നീയല്ല യുദ്ധം ചെയ്യുന്നത്, ഞാനാ. നീയല്ല ദേശം അവകാശമാക്കുന്ന ഞാനാ. നീ എവിടൊക്കെ പോകുന്നോ അവിടൊക്കെ ഞാൻ നിന്റെ കൂടെ ഇരിക്കും. 4 കാര്യങ്ങൾ ഇന്ന് രാത്രി ദൈവമക്കളെ ഏറ്റെടുക്കണം. 1, ചെല്ലുന്നിടത്തെല്ലാം ശുഭമായിരിക്കണം. ഒരു ജോലിക്ക് പോയാൽ, ഒരു ഓഫീസിൽ ജോലി കിട്ടിയാൽ, എവിടെ ഒരു ദൈവ പൈതലിനെ ദൈവമാക്കുന്നോ അവിടെ നീ ശുഭപ്പെട്ടിരിക്കണമെങ്കിൽ ദൈവത്തിന്റെ വചനം പ്രമാണിച്ചാൽ മതി. ചെന്ന് കയറിയാൽ ആ കപ്പലിലൂടെ കൊടുക്കാൻ ഓനെ ചെന്ന് കയറിയപ്പോഴത്തേക്ക് ആ കപ്പലിൽ കിടന്നുകളുടെ സമാധാനം കൂടെ പോയി. അങ്ങനല്ല, ഞാനൊരു കപ്പലിൽ കയറിയ കപ്പലിലുള്ള പൗലോസിനെ വിളിച്ചു വരിക. പൗലോസ് പറയും, ആ കപ്പലിൽ 14 രാത്രിയാ 14 ദിവസമായി സൂര്യനെയോ ചന്ദ്രനെയോ കാണാതെ ഭക്ഷണം കഴിക്കാതിരിക്കുന്നവർക്ക് പൗലോസ് കയറി കഴിഞ്ഞപ്പോൾ വിടുതല. ചെല്ലുന്നിടത്തൊക്കെ ഞാൻ ശുഭമായിരിക്കും. 2, എന്റെ പ്രവൃത്തികൾ സാധ്യമാക്കി തരുന്ന ദൈവം. 3, ഞാൻ കൃതാർത്ഥനാകും. 4, പോകുന്നിടത്തൊക്കെ ആരെന്റെ കൂടെ കാണും. എനിക്ക് അതിലൊരു ഒത്തിരി നേരം നിൽക്കണമോ? എവിടെ നീ പോകുന്നോ അവിടെ ദൈവം കൂടുണ്ടെങ്കിൽ അതാണ് നമ്മുടെ വിജയം. ദൈവം നമ്മുടെ കൂടുണ്ടോ? ആര് നമ്മുടെ കൂടുണ്ടെന്നുള്ളതല്ല നമ്മുടെ വിജയത്തിന്റെ അടയാളം. ദൈവം നമ്മുടെ കൂടുണ്ടോ എന്നുള്ളതാണ്. ഞാൻ എവിടെ യാത്ര ചെയ്യുമ്പോഴും, ഞാൻ ആകാശമാർഗം യാത്ര ചെയ്യുമ്പോഴും, ഞാൻ കരമാർഗം യാത്ര ചെയ്യുമ്പോഴും, ഞാൻ മുൻപ് പറഞ്ഞൊരു പദം ഓർക്കുന്നുണ്ടോ? എന്റെ ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ടല്ല ഞാനിത് ചെയ്യുന്നത്. ദൈവം എന്റെ കൂടെ ഉള്ളത് കൊണ്ടാണ്. ദൈവം എന്റെ കൂടെ ഉള്ളത് കൊണ്ടാണ്. നീ എവിടൊക്കെ പോകുന്നു അവിടൊക്കെ ദൈവത്തിന്റെ സാന്നിധ്യം നിന്റെ കൂടെ ഉണ്ടായിരിക്കും. ജോഷുവയുടെ പുസ്തകം അവകാശമാക്കുന്ന ഒരു പുസ്തകമാണ്. 40 വർഷവും 400 വർഷവും ഇങ്ങനെ 440 വർഷത്തെ അടിമത്തത്തിൽ നിന്ന് പാലും തേനും ഒഴുകുന്ന കനാനിലേക്ക് ജോഷുവ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോൾ ജോഷുവയ്ക്ക് അറിയാം, മന്ന നിന്നുപോകും. കനാനിൽ ചെല്ലുമ്പോൾ പിന്നെ എന്ത് ചെയ്യും? അവിടെ ചെല്ലുമ്പോൾ ചെങ്കടലിനെ അടിച്ച അല്ലെങ്കിൽ പാറയടിച്ച മോശയുടെ വടി എന്തിയേ? ഇതൊക്കെ ജോഷുവയുടെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുമ്പോൾ ദൈവം അവനോട് പറയുക, ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കാം. ഇന്ന് രാത്രിയിൽ ഏത് വിഷയത്തിന്റെ മുൻപിലാ ദൈവവൈദ്യരെ ഭാരപ്പെട്ട് നിൽക്കുന്നത്? ഉറപ്പ് പ്രാപിക്കുക, ധൈര്യം പ്രാപിക്കുക. ഉയർന്നു നിൽക്കുന്ന എരിഹോ കോട്ടയാണോ നിന്നെ ഭയപ്പെടുത്തുന്നത്? ഉറപ്പും ധൈര്യമുള്ളവനായിരുന്നാൽ നീ അതിന്റെ മീതെ കടന്നു പോകും. ഈ കരകവിഞ്ഞൊഴുകുന്ന യോർദാനാണോ നിന്നെ ഭയപ്പെടുത്തുന്നത്? നീ ഉറപ്പും ധൈര്യമുള്ള വ്യക്തിയായി അങ്ങോട്ട് ചെല്ലുമ്പോൾ യോർദാൻ ചിറ പോലെ നിന്റെ മുമ്പിൽ വഴിമാറി നിൽക്കും. ഈ പട്ടണത്തിന്റെ മുമ്പിൽ നീ പരാജയപ്പെടുകയില്ല. ഈ പട്ടണത്തിന് മുമ്പിൽ ഇസ്രായേൽ പരാജയപ്പെട്ടു എന്നുള്ളത് സത്യമാണ്. ജോഷുവയുടെ യുദ്ധത്തിൽ പരാജയപ്പെട്ട, ഇസ്രായേലിന്റെ യുദ്ധത്തിൽ പരാജയപ്പെട്ട ഒരു യുദ്ധമാണ് ഈ പട്ടണം. അതിന് കാരണങ്ങളുണ്ട്, അത് പിന്നീട് വിശദീകരിക്കാം. എന്നാൽ ആ മനോഹരമായ ദേശത്ത് ജോസഫിന്റെ വീട്ടുകാരെ ഭയങ്കര വഴക്കിട്ടുണ്ടായി. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് കിട്ടിയ ഭാഗമൊന്നും പറ്റിയില്ല. ഈ എല്ലാ പ്രാവശ്യവും ഇങ്ങനെ ഈ അവകാശം വിഭാഗിച്ചു കൊടുത്തപ്പോൾ വീട്ടിലൊക്കെ ഓഹരി വിഭാഗിച്ചു കൊടുക്കുമ്പോൾ വഴക്കുണ്ടാക്കുന്ന പോലെ അവിടെയും വഴക്കൊക്കെ ഉണ്ടാക്കി. ആരെ പറഞ്ഞെന്നറിയാമോ? ജോസഫിന്റെ മക്കള്. മനുഷ്യപ്രിയം എന്ന് പറയുകയാണ്, ഞങ്ങൾക്ക് കിട്ടിയ ദേശം അത്ര പറ്റിയതല്ല, ഇത് മൊത്തം വനമാണ്. യോശുവമാരെ വിളിച്ചിട്ട് പറഞ്ഞു, ഇത് വനമാണെങ്കിലുണ്ടല്ലോ, വനത്തിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാമോ? വനത്തിനകത്ത് വിലയൂടിയുണ്ട്. വനത്തിനകത്ത് നീ ഇത് വെട്ടിത്തെളിച്ച് അകത്തോട്ട് കയറിയാൽ അതിനകത്ത് നിക്ഷേപങ്ങളുണ്ട്. വനമാണെങ്കിൽ അത് വെട്ടിപ്പിടിക്കാനുള്ള ശക്തി നിനക്ക് തന്നിട്ടുണ്ട്.
എനിക്ക് ഇങ്ങനെയുള്ളല്ലോ, എനിക്ക് പോരാട്ടമാണല്ലോ. നിനക്ക് പോരാട്ടമുള്ള ഒരു സ്ഥലമാ ദൈവം തന്നതെങ്കിൽ കീഴടക്കാനുള്ള അധികാരവും ദൈവം നൽകി. അതാ ദൈവം നമ്മളെ ആക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ അവന്റെ ന്യായ പ്രമാണം അനുസരിച്ച് അത് വിട്ടിടത്തോട്ടോ വലത്തോട്ടോ മാറാതെ അത് ധ്യാനിച്ച് അത് വായിൽ നിന്ന് നീങ്ങി പോകാതെ ഉറപ്പും ധൈര്യവും ഭയപ്പെടാതെയും ഭ്രമിക്കാതെയും നിന്നാൽ ദൈവം ചെല്ലുന്നിടത്തൊക്കെ നമ്മുടെ കൂടെ കാണും. കൃതാർത്ഥനാണ്, പ്രവൃത്തി സാധിക്കും, പരാജയപ്പെടുകയില്ല. നമ്മൾ മുൻപോട്ടുള്ള യാത്രയിൽ നമ്മുടെ ഉള്ളംകാൽ വെക്കുന്ന ദൈവം നമുക്ക് അവകാശമായി തരും. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളിൽ